ഇപ്പം തിരക്കഥ മുഴുവനായിട്ട് ആക്ടേഴ്സിന് കൊടുത്തില്ല, ഇപ്പം അവർക്ക് കഥ മുഴുവനായിട്ട് അറിയില്ല എന്ന് പറയുമ്പോൾ അത് കേൾക്കാനൊക്കെ നമുക്ക് നല്ല സുഖം ഉണ്ടാവും. പക്ഷേ ഇത് പ്രാക്ടിക്കലി ഒരു ചെയ്തെടുക്കാനായിട്ട് ഇപ്പം അവരെ സംബന്ധിച്ചിടത്തോളം ഏത് സാഹചര്യത്തിൽ എന്ത് ഇമോഷൻസ് വരണം, അല്ലെങ്കിൽ എങ്ങനെ ബിഹേവ് ചെയ്യണം, നമ്മൾ ഡമ്മി കൊടുക്കും, ഡമ്മി സിറ്റുവേഷൻ. അതിനോട് മാക്സിമം അടുത്ത് നിൽക്കുന്ന ചില ഡമ്മി സാധനങ്ങൾ പറഞ്ഞു, ഇതിൻ്റെ പ്രീവിയസ് സീൻ ഇങ്ങനെയാണ്, ഇത് കഴിഞ്ഞിട്ടുള്ള സിറ്റുവേഷൻ ഇങ്ങനെയാണെന്ന് പറഞ്ഞു. അതെന്താ നിവൃത്തികേട് കൊണ്ടാണ് സുഹൃത്തെ. ചില സമയത്ത് അവർ ചിലപ്പോൾ ഇത് 120ഓളം ക്രൂ മെമ്പേഴ്സ് ഉള്ളൊരു ലൊക്കേഷനാണ്, ഒരു ഷൂട്ടിംഗ് ലൊക്കേഷൻ എന്ന് പറഞ്ഞായിരിക്കുമല്ലോ. അപ്പോൾ ഇതിൽ എപ്പോഴും ഇതിൻ്റെ ഒരു വൈറ്റൽ പോയിൻ്റ് ഉണ്ടാവും. അത് നമ്മൾ അത്രയും ആ ചെയ്യുന്ന ആർട്ടിസ്റ്റിനോട് മാത്രമേ അത് പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇതിൻ്റെ സ്റ്റാർ കാസ്റ്റിംഗ് നടക്കുന്ന സമയത്ത് എനിക്കെപ്പോഴും ഒരു ചെറിയ റോൾ ചെയ്യുന്ന ഒരാളാണെങ്കിൽ പോലും ഈ ഒരു സിനിമയുടെ മുഴുവൻ കഥ വിത്ത് ഷോട്ട് പോലെ പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് എൻ്റെ ഒരു രീതിയാണ്. പലപ്പോഴും എന്നോട് ഡയറക്ടർ വഴക്ക് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഇങ്ങനെ പറയല്ലേ, ഇങ്ങനെ പറയേണ്ട കാര്യമില്ല. അപ്പോൾ എനിക്ക് ആവശ്യം അവരുടെ നിന്ന് ഔട്ട്പുട്ട് നമുക്ക് കിട്ടുക, അവരെ ഇത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. പക്ഷെ ഇത്തരം സിനിമകളിൽ നമുക്ക് ചില കാര്യങ്ങൾ അറിഞ്ഞോ അറിയാതോ അവരുടെ വായിന്നത് പോയി അറിയാലോ. ഇത് പുറത്ത് പോയി ഇതിൻ്റെ ഒരു വേറൊരു ഇതിൻ്റെ സസ്പെൻസ് എന്ന് പറഞ്ഞ സാധനം, സസ്പെൻസ് എന്ന് പറഞ്ഞൊരു പടം നാളെ ഈ നേരത്ത് പൊളിയും. സിനിമ റിലീസ് ചെയ്ത് 2ാമത്തെ മണി ക്ലൈമാക്സ് കഴിഞ്ഞ് അത് പൊളിഞ്ഞു. പക്ഷെ അപ്പോൾ ഒരു മൊമെൻ്ററി സസ്പെൻസ്, വീണ്ടും അത് കാണാനുള്ള ആ സസ്പെൻസ് എന്താണ് എന്ന് കാണാനുള്ള ഒരു ആഗ്രഹമുള്ള സസ്പെൻസ് ചിത്രങ്ങളുടെ വിജയം എപ്പോഴും. ഇപ്പോഴും നമ്മൾ CBI ഡയറിയൊക്കെ ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? നമുക്കറിയാം, എല്ലാവർക്കും അറിയാം അത് ആരാണ് കൊന്നതെന്നുള്ളത്, അല്ലേ? അപ്പോൾ അത് ഇപ്പോൾ സുഹൃത്ത് ചോദിച്ചത് കറക്റ്റാണ്. ആർട്ടിസ്റ്റിൻ്റെ നിന്ന് ഔട്ട്പുട്ട് കിട്ടുമെന്ന് ചോദിച്ചാൽ നമുക്ക് വേറെ നിവൃത്തിയില്ല. അപ്പോൾ ഇവരോട് ചില ഡമ്മി കാര്യങ്ങളും പറയും, നീയാണ് അങ്ങനെയാണ്. ചില സമയത്ത് നമ്മൾ മിസ്ഗൈഡ് ചെയ്യും ഇവരെ, നീയാണ് വില്ലത്തി അല്ലെങ്കിൽ നീയാണ് വില്ലൻ കേട്ടോ, ഇത് ആരോടും പറയരുത്. അയാൾ അതനുസരിച്ച് ഭയങ്കരമായിട്ട് പെർഫോം ചെയ്യും. ചിലപ്പോൾ നമുക്ക് ആവശ്യമായിരിക്കും ഇയാളെ വില്ലനെന്ന് തോന്നിപ്പിച്ചുകൊണ്ട് ഒരു പോയിന്റ് ഒരാളെ കൊണ്ടുപോകണം ഓഡിയൻസിനെയും. ഇപ്പം നീ എല്ലാ വില്ലൻ കൊണ്ട് നീ വില്ലനെ പോലെ അഭിനയിക്കാൻ പറഞ്ഞു കൊടുത്താൽ അയാൾ ചെയ്യില്ല, അയാൾ ചെയ്യുന്നത് മെക്കാനിക്കലായിപ്പോവും. അപ്പോൾ അയാൾ ഒരു സെർട്ടൈൻ ലിമിറ്റ് വരെ നീയാണ് ഇതെല്ലാം ചെയ്യുന്നത്, താനാണ് ചെയ്യുന്നത്, ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞ് കൊണ്ടുപോയിട്ട് അല്ല എന്ന് പറയുന്ന. അപ്പോൾ കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു നാച്ചുറലായിട്ടുള്ളൊരു ഓർഗാനിക് ആയിട്ടുള്ളൊരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളതും അനുഭവവും. ഞാനൊന്ന് സംസാരിച്ചോട്ടെ. ഇപ്പോൾ സാറ് പറഞ്ഞ കാര്യത്തിൽ അതിനകത്ത് ഒരു കാര്യം കൂടെ പറയാം. ഇപ്പോൾ നമ്മളൊരു സീൻ എടുക്കുമ്പോൾ ബ്ലാങ്ക് ആയിട്ട് വിടുകയല്ല, അവരോട് ആ സീൻ എടുക്കുമ്പോൾ ആ സീനിന് ചെയ്യേണ്ട എല്ലാ ഡീറ്റെയിൽസും നമ്മൾ പറഞ്ഞു കൊടുക്കും. ഇതാണ് നിങ്ങളുടെ ഇന്ന് എക്സ്പെക്ട് ചെയ്യേണ്ടത്, അതാണ് നമ്മുടെ ആവശ്യം, ഔട്ട്പുട്ട് വേണ്ടത് ഡീറ്റെയിൽ പറഞ്ഞു കൊടുക്കും. അപ്പോൾ അവർക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവത്തില്ല, ഈ സീനിൽ ഇത് ചെയ്യണം. എന്നാലും എല്ലാവരും നല്ല നല്ല ആർട്ടിസ്റ്റുകളാണ്, ആ സമയത്ത് പറഞ്ഞാൽ മതി. എന്നിട്ട് എന്ത് വേണമെങ്കിലും വീണ്ടും നമുക്ക് ഇപ്പോഴുള്ള അഡ്വാൻറ്റേജ് വെച്ചാൽ എടുത്തത് വീണ്ടും ഇട്ട് കാണാൻ പറ്റും, പോരായ്മയുണ്ടെങ്കിൽ ചെയ്യും. അതാണ് ഈ പറഞ്ഞ പോലെ ഈ ഹൈഡ് ചെയ്യാനുള്ള വൺ ഓഫ് ദ റീസൺ. പക്ഷെ ആ സീൻ എടുക്കുമ്പോൾ എല്ലാം പറഞ്ഞു കൊടുക്കും. പിന്നെ ഈ പടത്തിൽ അഭിനയിച്ചിരിക്കുന്ന എല്ലാവരും ഞങ്ങളുടെ ടീമിനെ വിശ്വസിച്ച് മാത്രം വന്നവരാണ്. അതാണ് പലരും കഥ കേൾക്കാത്തത്, പലർക്കും കഥ പറയേണ്ട ആവശ്യമില്ലാത്തവരതാണ്. ഇതാണ് നമ്മുടെ ഒരു പടം. നിങ്ങൾക്ക് 100% വിശ്വാസമാണ്, അവരെ മിസ്യൂസ് ചെയ്തില്ല, അവർക്ക് മോശമായ ഒരു സ്ഥലത്തുകൊണ്ട് എത്തിക്കൂല എന്ന് ഇവിടെ ഇരിക്കുന്ന എല്ലാ ആർട്ടിസ്റ്റിനും ഈ പടത്തിൽ അഭിനയിച്ച എല്ലാവർക്കും വിശ്വാസമാണ്. അതാണ് ഈ പടത്തിൽ വലിയ ആർട്ടിസ്റ്റുകൾ വരെ ഒരു സീൻ ചെയ്തിട്ടുണ്ട്, ഒറ്റ സീൻ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് മമ്മൂക്ക തന്നെ ഒരു 2 ഷോട്ട് എനിക്കൊരു പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ കൂടുതലിന് വേണ്ടല്ലോ, അതാണ് സംഭവം. അല്ല, ഞാനൊന്ന് സംസാരിച്ചോട്ടെ. ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞൊരു കാര്യത്തിൽ നിന്നാണ് തോന്നുന്നത് എനിക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാൻ തോന്നിയത്. ഈ പറഞ്ഞ പോലെ സാറ് നമ്മുടെ അടുത്ത് ഈ പറഞ്ഞ പോലെ പറയുമ്പോൾ 1 ലൈൻ ഫുൾ പറയും, ഈ സിനിമയുടെ കഥ മൊത്തം നമ്മുടെ അടുത്ത് പറയും. പിന്നെ ഈ പറഞ്ഞ പോലെ ചില ക്യാരക്ടേഴ്സിനെ ഹൈഡ് അത് നമ്മൾ അറിയേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഈ പറഞ്ഞ പോലെ നമ്മളുമായിട്ട് പാട്ടല്ലാത്ത ആയിരിക്കാം ഈ പറഞ്ഞ പോലെ കഥയിൽ ടൈലൻറ്റിൽ വരുന്ന കുറച്ച് സസ്പെൻസ് ആയിട്ട് വരുന്ന ക്യാരക്ടേഴ്സിനെ ഈ പറഞ്ഞ പോലെ മനഃപൂർവ്വം ഹൈഡ് ചെയ്യും. പക്ഷേ ഈ പറഞ്ഞ പോലെ ഞാനൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആ ക്യാരക്ടറിൻ്റെ മൊത്തത്തിൽ വ്യക്തത കിട്ടിയിട്ട് പെർഫോം ചെയ്തതാണ്. അല്ലാതെ ഈ പറഞ്ഞ പോലെ ബ്ലാങ്ക് ആയിട്ട് നമ്മൾ രാവിലെ പോകുന്നു, ക്യാമറയുടെ മുമ്പിൽ നിൽക്കുന്നു, സാർ ആക്ഷൻ പറയണു, ചെയ്തോ പറയുമ്പോൾ അങ്ങനെ ചെയ്യുന്നതല്ല. നമ്മൾ എന്താണ് ക്യാരക്ടർ, ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, ഇതിന് മുമ്പോട്ട് പോകുമ്പോൾ എങ്ങനെയാണ്, ഇവരുടെ ഫുള്ളൊരു ജേണിയും ഇവർ വളർന്നപ്പോൾ തൊട്ട് ഈ പറഞ്ഞ പോലെ എൻജാകുന്ന വരെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ അടുത്ത് പറയുന്നുണ്ട്. അങ്ങനെ ഡീറ്റെയിലിങ് ചെയ്തിട്ടാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ സാറിനോടുള്ളൊരു ട്രസ്റ്റ് നമ്മൾക്കുണ്ട്. ഞാൻ ഫസ്റ്റ് ഹീറോയിനായിട്ട് അഭിനയിക്കുന്ന അദ്ദേഹത്തിൻ്റെ സിനിമയിലാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ വിളിക്കുമ്പം ഈ പറഞ്ഞ പോലെ വെറുതെ ഒരു ക്യാരക്ടറിനെ വിളിക്കില്ല. കാരണം സാർ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വിളിച്ച സമയത്ത് ഗൗരി എൻ്റെ സിനിമയിൽ വേണം, അദ്ദേഹം ഒരു ഗ്യാപ്പിന് ശേഷം ചെയ്യുന്നൊരു സിനിമയാണ്. അപ്പോൾ ഭയങ്കര സന്തോഷമാണ് ഈ പറഞ്ഞ പോലെ ആ ക്യാരക്ടർ ചെയ്തിട്ടും ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ ഓക്കെയാണ്, ഞാൻ ഹാപ്പിയാണ് ഈ പറഞ്ഞ പോലെ. അതേയുള്ളൂ. അതെനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞ ഒരു കാര്യത്തിൽ നിന്നാന്ന് തോന്നുന്നു ഒരു ചോദ്യമുണ്ടായത്. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അവരവരുടെ പാട്ടും അറിയാം, കഥയും അറിയാം.
പിന്നെ ചില കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ഹൈഡ് ചെയ്ത് വെക്കും. അതിപ്പോൾ ഞാനൊക്കെ എന്ന് വെച്ചാൽ പെർഫോം ചെയ്യുമ്പോൾ ഞാൻ മോണിറ്ററിൽ പോയി നോക്കാത്തൊരു ആർട്ടിസ്റ്റാണ്. അത് എൻ്റെ ടെൻഷൻ കൊണ്ടാണ്. ഞാൻ എൻ്റെ അയ്യപ്പനും ഘോഷിയും തന്നെയാണെങ്കിലും ഞാൻ അഭിനയിച്ചിട്ട് ഈ പറഞ്ഞ പോലെ ഫുൾ സിനിമ കാണുന്നത്, കഥ വായിക്കുമ്പോൾ ഫുൾ അറിയാം, സിനിമയായിട്ട് മൊത്തം കാണുന്ന തിയേറ്ററിൽ നിങ്ങളെല്ലാവരും ഫസ്റ്റ് ഡേ പോയി ഇരിക്കുമ്പോൾ കാണില്ലേ, അതേപോലെ തന്നെയാണ് ഞാൻ എൻ്റെ എല്ലാ സിനിമയും കാണുന്നത്. നാളെയും ഈ സിനിമ ഞാൻ കാണാൻ പോകുന്നു അങ്ങനെയാണ്. അപ്പോഴാണ് എനിക്ക് ഈ സിനിമയിൽ ഇങ്ങനെ കാര്യങ്ങളുണ്ടല്ലോ, ഇന്ന ആർട്ടിസ്റ്റുകൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ, ഇതാണ് കഥ എന്നുള്ളത് ഫുൾ നമ്മൾക്ക് മനസ്സിലാവുന്ന അപ്പോഴാണ്. അതിനെനിക്ക് തോന്നുന്നു ഒരു ത്രില്ലിംഗ് ഉണ്ട് ഫസ്റ്റ് കാണുമ്പോൾ. മൊത്തം ആർട്ടിസ്റ്റിൽ നിന്ന് നമുക്കിത് മറച്ചു വയ്ക്കാൻ പറ്റില്ല. ആ പർട്ടിക്കുലർ ആ വൈറ്റൽ ആക്ഷൻ ചെയ്യുന്ന ആളും അതിനോട് ഇമ്മീഡിയറ്റ് അടുത്ത് നിൽക്കുന്ന ആർട്ടിസ്റ്റുകൾക്ക് ഇത് പറഞ്ഞേ പറ്റൂ. നമ്മൾ അവരോട് ഇത് പറഞ്ഞേ പറ്റൂ. അതിൻ്റെ ഒരു ഷൂട്ടിങ്ങിൻ്റെ ഒരു പ്രോഗ്രസ്സിലോ അല്ലെങ്കിൽ ബിഗിനിങ്ങിൽ അവരെ കമ്മിറ്റ് ചെയ്യുമ്പോഴോ അവരോട് ആ കാര്യം പറഞ്ഞേ പറ്റൂ. അപ്പോൾ അവരത് ചെയ്യുന്നതുകൊണ്ട് തന്നെ അവരത് വെളിവാക്കില്ല. പുറത്ത് എന്തായാലും എക്സ്പോസ് ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ അതൊരു ട്രസ്റ്റാണ്. പിന്നെ ഈ പറഞ്ഞ പോലെയൊക്കെ വിശ്വാസമാണ്. ഇത് വിചാരിച്ചാൽ ചിലപ്പോൾ ഷൂട്ട് കണ്ട് നിൽക്കുന്നവനോ ലൈറ്റ് ബോയ്ക്ക് വരെ കണ്ടുപിടിക്കാനും പറ്റും. കാരണം എല്ലാവരും ബ്രെയിനി പീപ്പിളാണല്ലോ. നമ്മുടെ ഒരു വിശ്വാസം ചിലപ്പോൾ അവരെ അറിഞ്ഞോട്ട് നമ്മളോട് പറയാതിരിക്കുകയായിരിക്കും, മണ്ടം കളിക്കുകയായിരിക്കും, അതൊക്കെ ഉണ്ട്. നമ്മളങ്ങനെ ഫുൾ പ്രൂഫായി അത് വയ്ക്കാനും പറ്റില്ല. സാർ ഇതിൽ ആക്ഷൻ ചെയ്തിട്ടുള്ളത് പൈനി മാസ്റ്റർ, കണ്ണൻ സാർ, സ്റ്റൻ രവി, സെൽവ.